ഹലോ ഡിയേഴ്സ്, എൻ്റെ പേര് ജ്യോതിർമയി ആഷിദ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ എൻ്റെ റിലേറ്റീവ്സ് വരുന്നുണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ട്, എന്താ പറയുക, മുൻപ് തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കണ്ട് പരിചയമുള്ളവരുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് വന്ന ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ എന്നെ നിർബന്ധിതയാക്കിയത്. അപ്പോൾ അത് വേറൊന്നുമല്ല, ഞാൻ ആരാണ്, എവിടെ നിന്നാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തിന് മുകളിലായി. ഞാൻ സ്മ്യൂളിലുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ടിക്ടോക്കിലാണ് ആക്റ്റീവായിട്ട് എന്താ പറയുക വീഡിയോസ് ഇട്ട് തുടങ്ങിയതും അതിലാണ് കൂടുതൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ടിക്ടോക്ക് പോയതിന് ശേഷം പിന്നെ ഞാൻ റൊപ്പോസോ യൂസ് ചെയ്തു, പിന്നെ അതിനുശേഷം ജോഷിലുണ്ടായിരുന്നു, അതിനുശേഷം ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഇൻസ്റ്റഗ്രാം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെയും എന്തായാലും ഷോർട്ട് വീഡിയോസിലൂടെ എന്നെ കണ്ട് പരിചയമുള്ള കുറേ പേരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ടിക്ടോക്കിൽ എന്നെ ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ള കുറച്ച് പേരൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ടിക്ടോക്കുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ആളായിരുന്നു, ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ആരാണ് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, ഇപ്പം വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ബയോ വയ്ക്കും, പിന്നെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഓഫ് കോഴ്സ് ആദ്യമേ ഞാൻ റീൽസ് മാത്രം ഇടാം എന്നുള്ള ഒരു രീതിയിൽ ഒരു ഒഫീഷ്യൽ പേജായിട്ട് തുടങ്ങിയെങ്കിലും ഞാൻ സ്റ്റോറീസിലൂടെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാനൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു യൂട്യൂബ് മെയിനായിട്ട് നമ്മൾ കൂടുതലും ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാനൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ ഫസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചത്. എൻ്റെ പേര് ജ്യോതിർമയി ആഷിദ് എന്ന് തന്നെയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ്. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. ഇപ്പം ഞാനുള്ളത് കോഴിക്കോടാണ്. എന്നെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് കോഴിക്കോടേക്കാണ്. 17 വർഷമായി. ഞാനിപ്പോൾ കോഴിക്കോടുകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബയോയിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ആലപ്പുഴക്കാരി, കോഴിക്കോടൻ BV എന്ന്. അപ്പോൾ ചിലർ ചോദിക്കും, അതെന്താ കോഴിക്കോടൻ BV, മുസ്ലിമിനെയാണോ കല്യാണം കഴിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച പലരുണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു കോഴിക്കോടൻ ഭാഷ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ബയോ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ചിലർക്ക് ഉള്ള സംശയം, എന്നെ കൂടുതലായിട്ടും ആൾക്കാർ കണ്ടിട്ടുള്ളത് ക്വാഡ്സ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ടും എനിക്ക് റീച്ചും കാര്യങ്ങളൊക്കെ ടിക്ടോക്കിലൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വോൺ വോയിസ് ക്വാഡ്സ് ചെയ്യുന്നതിലൂടെയാണ് കൂടുതലായിട്ടും എന്നെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. അതാണ് കൂടുതൽ എനിക്ക് റീച്ച് തന്നിട്ടുള്ള വീഡിയോസ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ, എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ, എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്, അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫാഷൻ ഡിസൈനറാണ്. എനിക്ക് സൈക്കോളജി ഫീൽഡായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തുകൊണ്ടത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഭയങ്കര ഇൻസ്പിറേഷനിലാണ് നിങ്ങൾ, അതൊരു ആശ്വാസമാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതൊരു Q&A പോലെ ആയി എന്ന് തോന്നുന്നു. എന്തായാലും ചില ക്വസ്റ്റ്യൻസ് എനിക്ക് ഓർമ്മ വരുമ്പോൾ, ചില കമൻസ് എനിക്ക് ഓർമ്മ വരുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ബേസിക്കലി എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഇരുന്ന് സംസാരിച്ച് ശീലമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ഒരു ഇൻട്രോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ടോപ്പിക്കിൽ നിന്നൊക്കെ തെന്നി മാറി പോകുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ആഷിദ്. ആളൊരു ബിസിനസ്സുകാരനാണ്, ഇവിടെ കോഴിക്കോട് തന്നെ. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മൂത്തത് മകനാണ്, രണ്ടാമത്തത് മകളാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി എനിക്ക് വന്നൊരു കമൻസ്, കല്യാണം കഴിച്ചതാണോ, ഡിവേഴ്സ്ഡ് ആണോ, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് ഇതുവരെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ 5 years ആയിട്ട് ആക്റ്റീവ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു
ഇതുപോലത്തെ കമൻസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എന്നോട് പലരും ക്വാഡ്സിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഉള്ള അനുഭവങ്ങളാണോ, എന്തുകൊണ്ടാണ് ഇതുപോലെ എന്താ പറയുക സങ്കടമുള്ള വീഡിയോസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ അധികമായിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ വന്നിട്ടില്ല. മേ ബി അത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഹൈലൈറ്റ്സിൽ എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഡൗട്ട്സ് ആർക്കും വരാതിരിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ റീസെൻ്റ്ലി ആണ് ഞാനിപ്പോൾ ആക്റ്റീവായി തുടങ്ങിയത് യൂട്യൂബിൽ. അപ്പോൾ യൂട്യൂബിലെ ഷോർട്സ് എന്താ പറയുക കൂടുതൽ ട്രെൻഡിങ് ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇവിടേക്ക് ഇടാം എന്ന് വിചാരിച്ചത്. ആക്ച്വലി ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ഇയേഴ്സിനോളമായി. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് തോന്നണം എല്ലാത്തിനും എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ഒരാളാണ്. ലൈക്ക് എനിക്ക് ഒരു കാര്യം ഇൻസ്പയർ ആയാലും മേ ബി ഞാനത് ഹോൾഡ് ചെയ്ത് വെക്കും. എനിക്കൊരു സമയമാകണം, എല്ലാത്തിനും ഒരു അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എനിക്കൊരു സമയം എനിക്ക് തോന്നണം, എനിക്ക് തോന്നി ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണെങ്കിൽ തന്നെ ഞാനിത് കുറേ ആളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ പല കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ എൻ്റെ ലൈഫിൽ നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സക്സസ് ആയി വരാറുള്ളത്. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും എനിക്ക് പ്രാക്ടിക്കലായിട്ട് വരാം. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്തായാലും നമ്മൾ നനഞ്ഞു അപ്പം കുളിച്ച് കയറാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചു ഷോർട്സ് മാത്രം ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്താ പറയുക ഇത് ചിലർ കുറേ സജഷൻസ് എനിക്ക് വരുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ കോമഡി ചെയ്യുന്നത് വേണ്ട, നിങ്ങൾ സോങ് ചെയ്താൽ മതി, നിങ്ങൾ ക്വാഡ്സ് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സോങ് ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കമൻസിലൂടെ. അപ്പോൾ എനിക്കെന്താണ് പേഴ്സണലി ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് മേക്ക് ഓവർ വീഡിയോസ് ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹം. അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുത്തിട്ട് അതേപോലെ ഡ്രസ്സ് ചെയ്ത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസിന് എനിക്ക് ഒരിക്കലും വ്യൂസ് കയറാറില്ല. അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ഗുട്ടൻസ് എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അങ്ങനെയാണ് എനിക്കിതുവരെ ഉള്ള ഒരു അനുഭവം. അതായത് ഈ ഒരു 5 ഇയേഴ്സ് ആയിട്ട് ഷോർട്സും കാര്യങ്ങളും കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഇതുവരെ മേക്ക് ഓവർ വീഡിയോസ് ഞാൻ എൻ്റെ 100% ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് ഞാനത് ചെയ്യുക. എന്നാലും കൂടി എനിക്കതിന് ഒരിക്കലും റീച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വാസ്തവം. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇവിടെയും ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത്ര എഫേർട്ട് എടുത്ത വീഡിയോസിന് എന്താണ് റീച്ച് കിട്ടാത്തത്. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, ഞാൻ ഇതിന് മുന്നേ ഉള്ള ടിക്ടോക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ എവിടെയായാലും എനിക്ക് അങ്ങനെയുള്ള വീഡിയോസിന് റീച്ച് കിട്ടിയിട്ടില്ല. മേ ബി ഞാൻ മൊത്തത്തിൽ ക്വാഡ്സ് വീഡിയോയിലേക്ക്, അതായത് ഓൺ വോയിസ് വീഡിയോയിലേക്ക് ആൾക്കാർ എന്നെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചതുപോലെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം അതാണ്. പക്ഷേ നമ്മൾ ഒത്തിരി ടൈം എഫേർട്ടൊക്കെ ഇട്ടിട്ട് എടുക്കുന്ന വീഡിയോസിന് ഒട്ടും റീച്ച് ഇല്ലാണ്ട് വരുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നമ്മളതിൽ എക്സ്പേർട്ട് ആവുമെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ എനിക്കിപ്പോൾ വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ലിപ്സിങ് ഇപ്പോൾ ഒരു സോങ് അറിയാമെങ്കിൽ എനിക്ക്, പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക റിപ്പീറ്റേഷൻ ആയി വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ശ്രദ്ധിക്കണമെന്നുണ്ട്, കാരണം എനിക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെയുള്ള വീഡിയോസിന് സപ്പോർട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ട് അതിന് ഒരു ഫലവും കിട്ടാണ്ട് വരുമ്പം മാനസികമായിട്ട് നമുക്ക് തോന്നുമല്ലോ, എന്തിനാ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടണേ. അല്ലാണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലിക്ക് ആവുന്നുമുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എന്താവും, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എന്താ പറയുക, എനിക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുണ്ട്, ചെയ്യാൻ ആണ് എനിക്ക് ആഗ്രഹം. ഇപ്പം എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം മുമ്പുള്ള വീഡിയോസൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് വീഡിയോസ് ചെയ്യണ ഒരാൾ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഫാമിലീനെ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നുള്ള കാര്യങ്ങൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹസ്ബൻഡിന് തീരെ എന്താ പറയുക, സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ആൾക്ക് കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാണ്.
ആൾക്ക് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ പോലും ആള് നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് എനിക്ക് ഭയങ്കര പേഴ്സണലി വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ആളിപ്പോൾ ഞാനൊരു സെൽഫി എടുക്കാൻ ചെന്നാൽ പോലും വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആളുടെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, നമുക്ക് ഫാമിലീനെ ഇൻക്ലൂഡ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം എനിക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അഭിനയം, പാട്ട്, ഡാൻസ്, അങ്ങനെ കുറച്ച് എന്താ പറയുക കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സമയമുണ്ട്. അപ്പം അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പം കുട്ടികളും ഹസ്ബൻഡും ഒന്നും വീട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്ന എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. എൻ്റെ ഹാപ്പിനെസ് ആണ്, എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ ടിക്ടോക്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതിനകത്ത് ഒരു നല്ല റീച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇൻസ്റ്റ ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പക്ഷേ എനിക്ക് ഇതിനകത്ത് നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ റീച്ചും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പ്രൊമോഷൻസ്, അതുപോലെ തന്നെ ജോഷ് ആപ്പിൽ നിന്നൊക്കെ കൂടുതൽ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൂടുതലായിട്ട് ഇതിന് ടൈം എന്താ പറയുക ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് എഫേർട്ട് ഇടാൻ തുടങ്ങിയത് അപ്പം മുതലാണ്. അപ്പോൾ ചിലർ ഇതിനകത്ത് വേറെ കമൻറ്റ് ഞാൻ കണ്ടത്, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടെ, കുഴപ്പമില്ലല്ലോ, അഭിനയം വലിയ മോശമൊന്നുമില്ല, സിനിമയിലൊക്കെ ട്രൈ ചെയ്തുകൂടെയാണ്. സത്യം പറഞ്ഞാൽ സിനിമാ മോഹങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായി തുടങ്ങിയത്. കാരണം എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇപ്പം ഇല്ല. ചെറുപ്പത്തിലുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ സിനിമാ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയുക സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലാതലമൊക്കെ ആയിരുന്നു, സ്കൂൾ കലാതലമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിലൊക്കെ വരണം, ഒരു സിനിമയിലൊക്കെ മോഹം കാണിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ആ ഒരു ടൈമിലുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഒരു ചെറിയ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് നിങ്ങളടുത്ത് പറയാം. സിനിമയിലും പിന്നെ അതുപോലെ ഞങ്ങളുടെ ലോക്കൽ ചാനലിലൊക്കെ ആ ഒരു ടൈമിൽ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ച് കാലങ്ങൾ, അതിപ്പോൾ എല്ലാ സ്ത്രീകളുടെ ലൈഫിലും വരുന്ന പോലെ എനിക്കും ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലൊരു കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഏത് ഏജിലും അത് പുറത്തെടുക്കാം എന്നുള്ളതാണ് എനിക്ക് എന്നെ പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യം ഡാൻസാണ്. എനിക്ക് ഡാൻസ് പഠിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഇപ്പോഴും ആഗ്രഹമാണ്. പക്ഷേ അത് നടന്നിട്ടില്ല. മേ ബി നടക്കുമായിരിക്കും. എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് ചെയ്യുന്ന ആളാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ തട്ടിക്കൂട്ടി ഓരോ ഡാൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഡാൻസ് പഠിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇനിയാണെങ്കിലും പഠിക്കാം, ഇനിയാണെങ്കിലും പഠിക്കാം. അതെൻ്റെ ഒരു സ്വപ്നമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഏതെങ്കിലുമൊക്കെ സമയത്ത് പല കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല. എല്ലാം വളരെ പ്ലാൻ ഇല്ലാതെയുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് എൻ്റെ ലൈഫിൽ സംഭവിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ ഇതും എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുമായിരിക്കും. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, ഗ്രാജുവേറ്റ് ഇൻ ഫാഷൻ ഡിസൈനിങ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഹൗസ് വൈഫാണ്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ? ഓഫ് കോഴ്സ് ആണ്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു 5 years ആയിട്ട് കംപ്ലീറ്റ് എൻ്റെ ഒരു ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ റീൽസ് ഷോർട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൊഫഷനിൽ നിന്ന് ഞാൻ വളരെ എന്താ പറയുക, ഞാൻ കുറേ പ്ലാൻ ചെയ്തിരുന്നു, കുറേ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പടമൊക്കെ വരയ്ക്കുന്ന കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡായി പോയിട്ടുണ്ട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഇരുന്ന് വീഡിയോസ് ചെയ്യുന്നത്, ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഇത് റീൽസും കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻസ് ആയാലും അങ്ങനെ
എന്താ പറയുക കുറച്ച് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മെൻ്റൽ പ്രഷർ മാത്രമല്ല, നമുക്കൊരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്താൽ, നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് എനിക്കുള്ള അനുഭവം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ കോവിഡിന് ശേഷമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങിയത്. ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്താ പറയുക, നമുക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഐ റെസ്പെക്ട് ദം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യത്തിൽ ഒരു സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഞാൻ അത്യാവശ്യം വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അതൊന്ന് സൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഉള്ളൊരു കഴിവ്, അതായത് വരയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി, അത് നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെ നമുക്കത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് എന്നെ ഡ്രോയിങ് പഠിപ്പിച്ച എൻ്റെ ടീച്ചർ എന്നെ വിളിക്കുകയുണ്ടായി റീൽസൊക്കെ കണ്ടിട്ട്. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത്. ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, കുറേ മാറ്റങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ, എന്നെ കുട്ടിയായിട്ട് കണ്ടിരുന്ന ആൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ടീച്ചർ വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് ഞാൻ ആ ഒരു പഠിച്ച ഒരു സംഭവം നീ അത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളത്. ഞാൻ എന്താ പറയുക, പോർട്രേറ്റ് സ്കെച്ചിങ്ങും ഒക്കെ ഞാൻ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ റീൽസൊക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡായി എന്നല്ല, കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് നിന്നുപോയി. എക്സിബിഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് സ്റ്റോപ്പായിപ്പോയി. കാരണം നമ്മൾ കൂടുതൽ ടൈം, കൂടുതൽ എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റീൽസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതായത് അത്യാവശ്യം നമുക്ക് ഇപ്പോൾ റീച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് വീണ്ടും ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു അഡിക്ഷൻ പോലെ ഇത് വരും. നമുക്ക് കൂടുതൽ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, പക്ഷേ ഇനി എന്ത് ചെയ്യാം, ഇനി എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരാലോചനയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാനുള്ള ഒരു ശ്രമവും മിക്കവരും നടത്താറുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ടൈം വല്ലാണ്ട് എന്താ പറയുക, ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വരും. ഫാമിലി മാറ്റേഴ്സിൽ നിന്നും ഞാൻ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക ഫുൾ ടൈം ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നത് തന്നെ. പക്ഷേ നമുക്ക് നമ്മളുടേതായ ഒരു പേഴ്സണൽ ടൈം അത് മാറ്റി വെക്കുന്നത് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മുടെ ഒരു ടൈം നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന നമുക്ക് എത്രത്തോളം സ്ട്രെസ്സ് കാര്യങ്ങളാണ്, ഇപ്പം എന്ത് ലൈഫിൽ എത്ര ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്കത് വളരെ ബാഡായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ സംഭവം ഞാൻ കുറച്ച് കാട് കയറി അതിൽ ഒന്ന് ഡൈവേർട്ടായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്നെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പോകെ വേറെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് എന്നെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ആരാണ് ജ്യോതിർമയി, എവിടെയാണ് ജ്യോതിർമയി ജീവിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയുള്ള കുഞ്ഞു ഡൗട്ട്സിന് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നീട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷനും അത് തന്നെയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.